അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമാണ് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം. ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്. ഇതൊരു സത്യമാണ്. പഠനങ്ങളിലും അതുപോലെ തന്നെ ഗവേഷണങ്ങളിലും എല്ലാം തെളിഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലുള്ള മതവിരോധികൾക്ക് അതുപോലെ തന്നെ ഇസ്ലാം വിമർശകർക്കെല്ലാം വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ ചില റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ എ ജബ്ബാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാം വിമർശകൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കേട്ട് നമുക്ക് തുടങ്ങാം. ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലെ എം അക്ബറിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള ബാസിലിനെ പോലുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിലും പ്രചാരണങ്ങളിലും അവർ നടത്തുന്ന ഒരു കള്ള പ്രചരണമാണ്. ഇസ്ലാമിലേക്ക് ലോകത്ത് നാനാഭാഗത്തു നിന്നും മറ്റു മതങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകി വരുന്നു, കൺവേർട്ട് ചെയ്ത് മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നു അല്ലെങ്കിൽ ഇസ്ലാം വളരുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര കളവാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് നമ്മൾ നടത്തിയിട്ടുള്ള കളവ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യം ഉണ്ടാകും. എന്താണ് നമ്മൾ നടത്തിയിട്ടുള്ള കളവ്, അതും അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോളൂ. റിസർച്ച് സെൻറ്ററിൻ്റെ റിപ്പോർട്ട്, പ്യൂ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങളിലൊക്കെ റിസർച്ച് നടത്തിയിട്ട് പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അത്തരത്തിലുള്ള ഒരുപാട് പഠന റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അവരുടെ ഒരു പഠന റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ അവിടെ മുസ്ലിംസ് ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനാണ്, ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്നും, ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് അധികം താമസിയാതെ എണ്ണത്തിൽ പെരുകി വരും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇവരിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണ് ഇസ്ലാം എന്ന് ഈ തലക്കെട്ട് എടുത്ത് അത് മാത്രം കാണിച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത്. അപ്പോൾ ഇസ്ലാമാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വളരുന്ന മതം എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രിസ്ത്യാനിറ്റിയെ അതിജയിച്ചുകൊണ്ട് അത് മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൻ്റെ തലക്കെട്ട് മാത്രമാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ പറയുമ്പോൾ അതിൻ്റെ പഠനം മുഴുവനായിരുന്നു വായിച്ചിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ തലക്കെട്ട് മാത്രം പറഞ്ഞുകൊണ്ട് എന്തോ കള്ളപ്രചാരണം നടത്തുകയാണ്, കളവ് നടത്തുകയാണ്, കള്ളം പറയുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമ്മൾ എന്താണ് കളവ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതാണ് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പഠനം. വൈ മുസ്ലിംസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം എന്തുകൊണ്ടാണ് ഇസ്ലാം ആയത് എന്നുള്ളതിൻ്റെ അതിൻ്റെ പ്രൊജക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. 2060 ആകുമ്പോഴേക്ക് എവിടെ നിൽക്കും മറ്റു മതങ്ങളും ഇസ്ലാമും എന്നുള്ളതൊക്കെ കാണിക്കുന്നതിൽ ഇസ്ലാമാണ് ഏറ്റവും മുന്നിൽ എന്നുള്ളത് വളരെ ക്ലിയർ ആയി നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കണക്ക് വളരെ ക്ലിയർ ആണ്. ഇസ്ലാം ആയിരിക്കും ഏറ്റവും കൂടുതൽ വളരുന്ന മതം എന്നുള്ളതിൽ ആ ഒരു കണക്ക് വളരെ ക്ലിയർ ആണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ ഹെഡിങ് മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും കൃത്യമായി പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മതം മാറ്റം എന്നുള്ളത് കൊണ്ട് യാതൊരു എഫക്റ്റും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിൽ ഈ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ വാദം നമുക്ക് ആദ്യം കേൾക്കാം. അവർ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കൺവേർഷൻ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഗ്രോത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പെരുകുന്നു എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലേക്ക് മറ്റുള്ളവർ മതം മാറി വരുന്നു എന്നത് കൊണ്ടല്ല. ആ മതം മാറ്റം ഇവരുടെ ഈ ഗ്രോത്തിനെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വായിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ ആ പഠനം ഒന്നുകൂടി എടുത്തപ്പോൾ എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഈ അയ്യൂബ് മൗലവിയായിട്ടുള്ള ഡിബേറ്റിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എ ജബ്ബാറിന് അറബി വായിക്കാനോ എഴുതാനോ അറിയില്ല. അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാളാണ് അറബിയിലുള്ള ഖുർആൻ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് വളരെ തമാശയായിട്ട് ഇപ്പം ഇങ്ങനെ ട്രോളൊക്കെ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷും വായിച്ചാൽ മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്താ എന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം പറഞ്ഞ വൈ മുസ്ലിംസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളിൽ എന്താണ് റിലീജിയസ് സ്വിച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ആ ഭാഗം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. മീൻ വൈൽ എന്താണ് അവിടെ പറയുന്നത്? റിലീജിയസ് സ്വിച്ചിങ് വിച്ച് ഈസ് എക്സ്പെക്ടഡ് ടു ഹിൻഡർ ദ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യൻസ് ബൈ an estimated 72 million between 2015 and 2060.
അതായത് ഈ റിലീജിയസ് സ്വിച്ചിങ് കൊണ്ട്, മതം മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ക്രിസ്ത്യൻസിനാണ്, ക്രിസ്ത്യൻ മതത്തിനാണ്. അത് വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. കാരണം ക്രിസ്ത്യൻസിൽ നിന്നും ഒരുപാട് ആളുകൾ പുറത്തേക്ക് പോയിക്കൊണ്ട് ആ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ അവിടെ പറയുകയാണ്. അങ്ങനെ ഒന്നുണ്ട്, ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ നെഗറ്റീവ് നെറ്റ് ഇമ്പാക്ട് ഓൺ മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒന്നുകൂടി, ഞാൻ പറയുന്നത് അറബി ട്യൂഷൻ്റെ കൂടെ ചിലപ്പോൾ ഇംഗ്ലീഷ് ട്യൂഷന് കൂടി പോകേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അവിടെ പറയുന്നത് വെച്ചാൽ ക്രിസ്ത്യൻസിന് ഈ മതം മാറ്റം കൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഹിൻഡർ ദ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യൻസ് എന്നാണ് പറഞ്ഞത്. ആ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് മതം മാറ്റം വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒന്ന് ഇസ്ലാമിന് ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് നോക്കുക, ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ നെഗറ്റീവ് നെറ്റ് ഇമ്പാക്ട് ഓൺ മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്. അതിന് ഒരു നെഗറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ഈ മതം മാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയപരമായ മാറ്റം, അത് സ്വാഭാവികമാണ്, എല്ലാ സമൂഹത്തിലും അത് സംഭവിക്കും. അത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു നെഗറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ നെഗറ്റീവ് എന്നുള്ളത് ഒപ്പർക്ക് മനസ്സിലായില്ല. നെഗറ്റീവ് നെറ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ, നെറ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ മൊത്തത്തിൽ വന്നതും പോയതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു ഇമ്പാക്റ്റും ഇല്ല എന്നാണ്. നെഗറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളതാണ് ആ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഗ്രോത്തിനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണം വെച്ച് അതൊരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, ശരി, നെഗറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ഇല്ല, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ആളുകൾ ഏതെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും ഒരു ഗ്രോത്തും ഇല്ലല്ലോ അല്ലേ, ഇസ്ലാമിലേക്ക് മതം മാറി വരുന്നത് കൊണ്ട് ഒരു ഗ്രോത്തും ഉണ്ടാവുന്നില്ലല്ലോ എന്നായിരിക്കാം അല്ലേ ഒരുപക്ഷെ നമ്മുടെ ബാക്കിയുള്ളൊരു സംശയം. ഇത് ഈ ഒരു വാചകത്തിൻ്റെ തന്നെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ആൻ അപ്ഡേറ്റ് ഓഫ് എ പോസ്റ്റ് ദാറ്റ് ഈസ് ഒറിജിനലി പബ്ലിഷ് ഓൺ April 23, 2015. 2015 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടക്കുന്നത്. പ്യൂർ റിസർച്ചിൻ്റെ ഒറിജിനൽ പഠനം നടക്കുന്നത് 2015. അതിനുശേഷമുള്ള റിസർച്ചുകൾ നമുക്ക് ലഭ്യമല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2015 കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 2015 പഠനം എടുത്ത് നോക്കാം, എന്താണ് നെഗറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ആണോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ എന്താണ് ഉള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തതായി നമ്മൾ പോകുന്നത് 2015 ആ ഒരു പഠനത്തിലേക്കാണ്. ദ ഫ്യൂച്ചർ ഓഫ് വേൾഡ് റിലീജിയൻസ്, അതായത് ലോക മതങ്ങളുടെ ഭാവി, പോപ്പുലേഷൻ ഗ്രോത്ത് പ്രൊജക്ഷൻസ് 2010 to 15, അതായത് 40 വർഷം കൊണ്ട് ലോക മതങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ള ഒറിജിനൽ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ പറഞ്ഞ ഒരു വിഷയം നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിച്ച് നോക്കാം. മതം മാറ്റം കൊണ്ട് ആളുകൾ ആശയമാറ്റം വഴി ഇസ്ലാമിന് എന്താണ് സംഭവിക്കുന്നത്, മറ്റു മതങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അൺഅഫിലിയേറ്റഡ്, ഒരു മതവുമായി അഫിലിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് നെറ്റ് ചേഞ്ച് ഒരുപാട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിംസ്, അതിൽ വളരെ ക്ലിയറായി നിങ്ങൾ മനസ്സിലാക്കുക, മുസ്ലിംസ് അടുത്ത ഗ്രൂപ്പാണ് മുസ്ലിംസ്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1,26,20,000 ആളുകളാണ് ഈ 40 കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് സ്വിച്ച് ഇൻ, ഉള്ളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. 1,26,20,000 ആളുകൾ. എന്നാൽ അതേപോലെ തന്നെ സ്വിച്ച് ഔട്ട് ഉണ്ട്, 94 ലക്ഷത്തി സ്വിച്ച് ഔട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റീജിയസ് സ്വിച്ചിങ് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ എണ്ണത്തിൽ ഗെയിൻ ഉണ്ടാവാൻ പോകുന്നതിൻ്റെ എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക 32,20,000 ആളുകൾ. 32,20,000 ആളുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം നോക്കുമ്പോൾ 32,20,000 ആളുകൾ മതം മാറ്റം കൊണ്ട് മാത്രം ഈ 40 കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും. എന്ന് വെച്ചാൽ പോസിറ്റീവ് നെറ്റ് ഇമ്പാക്റ്റ് ആണ് മതം മാറ്റം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് പ്യൂർ റിസർച്ചിന്റെ പഠനം. അപ്പം ഇദ്ദേഹം ഒരു ഇമ്പാക്റ്റും ഇല്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാകാം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 32,20,000 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പം അതേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ റിലീജിയൻ ഇല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിലീജിയനായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ? അതും എന്തുകൊണ്ട് എന്നുള്ളതടക്കം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ക്രിസ്ത്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6,60,50,000 ആളുകൾ, 6,60,50,000 ആളുകൾ എന്ത് ചെയ്യാണ്, ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോവാണ്.
ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോവാണ്. ക്രിസ്ത്യാനിറ്റിക്ക് നെറ്റ് ചേഞ്ച് വളരെ നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഏകദേശം അതേ എണ്ണം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. 6,14,90,000 എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന 6 കോടി ക്രിസ്ത്യൻസ് മതം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഏകദേശം 6 കോടിയോളം തന്നെ അൺഅഫിലിയേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വെറുതെ പിന്നെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഇതിനെ ആ രൂപത്തിൽ പറയുകയല്ല, മറിച്ച് ആ പഠനത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. ഓവർ ദ കമ്മിങ് ഡെക്കേഡ്സ്, ഇനി വരുന്ന ഡെക്കേഡ്സിൽ ക്രിസ്ത്യൻസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്പീരിയൻസ് ദ ലാർജസ്റ്റ് നെറ്റ് ലോസസ് ഫ്രം ദ സ്വിച്ചിങ്. ഈ മതം മാറ്റം കൊണ്ട് ക്രിസ്ത്യൻ മതമായിരിക്കും ഏറ്റവും കൂടുതൽ നെറ്റ് ലോസ് അനുഭവിക്കാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻസിന്റെ എണ്ണത്തിലായിരിക്കും. ഗ്ലോബലി അബൌട്ട് 40 million people are projected to switch into Christianity. ഏകദേശം 40 മില്യൺ ആളുകളോളം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ സാധ്യതയുള്ളപ്പോൾ while 106 million are projected to leave. 106 മില്യൺ എന്ത് ചെയ്യുന്നുണ്ട്, 106 മില്യൺ ലീവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ആ ഒരു 6 കോടിയോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ നെറ്റ് ലോസ് വരാൻ പോകുന്നുണ്ട്. വിത്ത് മോസ്റ്റ് ജോയിനിങ് ദ റാങ്ക് ഓഫ് റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ്. അപ്പോൾ റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ് ആയി എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ഞങ്ങൾക്കൊരു മതവുമില്ല എന്ന ഒരു രൂപത്തിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്. എന്ന് വെച്ചാൽ അൺഅഫിലിയേറ്റഡ് കൂടാൻ കാരണം ഏറ്റവും പ്രധാനമായിട്ടും ക്രിസ്ത്യൻസ് ആണ്. എന്നാൽ അതേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾ ടോൾ ദ അൺഅഫിലിയേറ്റഡ് ആർ എക്സ്പെക്റ്റഡ് ടു ആഡ് 97 മില്യൺ പീപ്പിൾ ആൻഡ് ലൂസ് 36 മില്യൺ വയ സ്വിച്ചിങ്. എന്ന് വെച്ചാൽ ഈ അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള മതമില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം 97 മില്യൺ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാൻ പോവുകയും എന്നാൽ 36 മില്യൺ അവർക്ക് ലോസ് ആവുമെന്ന് വെച്ചാൽ 36 മില്യൺ ആളുകൾ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് പോകാനും പോകുന്നു. ഇനി വരാനിരിക്കുന്ന 40 കൊല്ലത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. 36 മില്യൺ ഇപ്പോൾ മതമില്ല എന്ന് പറയുന്ന, മതവുമായി ബന്ധപ്പെടാത്ത, എത്തീസ്റ്റ് ആയിട്ടുള്ള, അഗ്നോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവുമായി ബന്ധമില്ലാത്ത ആളുകൾ മതം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഒരു മതം മാറ്റം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. മോഡസ്റ്റ് നെറ്റ് ഗെയിൻസ് ത്രൂ സ്വിച്ചിങ് ഓൾസോ ആർ എക്സ്പെക്റ്റഡ് ഫോർ മുസ്ലിംസ്. മോഡസ്റ്റ് ആയിട്ടുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നെറ്റ് ഗെയിൻ ഉണ്ടാവാൻ പോകുന്നത് മുസ്ലിംസിനാണ്, ഇസ്ലാമിനാണ്. ഈ മതം മാറ്റം കൊണ്ട് ഒരു നെറ്റ് ഗെയിൻ ഉണ്ടാകാൻ പോകുന്നത്, ഒരു വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. മതം മാറ്റം കൊണ്ട് വളർച്ച ഉണ്ടാകാൻ പോകുന്നത് ആർക്കാ? ഇസ്ലാമിനാണ്. 3 മില്യൺ എന്ന് വെച്ചാൽ നമുക്കറിയാലോ 30 ലക്ഷത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ ആ കണക്കിൽ കാണാൻ സാധിക്കുന്നതാണ്. 30 ലക്ഷത്തോളം 32 ലക്ഷത്തോളം ആളുകൾ. അഡ്ഹറൻസ് ഓഫ് ഫോക്ക് റിലീജിയൻ 3 മില്യൺ, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് അതർ റിലീജിയൻസ്, മൊത്തത്തിൽ ബാക്കിയുള്ള എല്ലാ മതത്തിലും കൂടി 2 മില്യൺ. ജൂസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്പീരിയൻസ് എ നെറ്റ് ലോസ് അബൌട്ട് 3 ലാക്സിൻ്റെ ഒരു നെറ്റ് ലോസും ജൂതന്മാർക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്ക് 3 മില്യൺസിൻ്റെ ലോസ് ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിലീജിയസ് സ്വിച്ചിങ് കൊണ്ട് ഏത് മതവിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാവാൻ പോകുന്നത്? അത് ഇസ്ലാമിനാണ്, മുസ്ലിംകൾക്കാണ്. അത് 3 മില്യണോളം. എന്നാൽ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവാൻ പോകുന്ന ആർക്കാണ്? അത് പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസിനാണ്. അത് ഏകദേശം 6 കോടിയോളം എന്നുള്ള ആ ഒരു കണക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് റിലീജിയസ് സ്വിച്ചിങ്ങുമായിട്ടുള്ള യാഥാർത്ഥ്യം. അതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതൊന്നും കാണാൻ സാധിക്കും. ഞാനതാ പറഞ്ഞത്, ഒരു പക്ഷേ ഇംഗ്ലീഷ് ട്യൂഷനും കൂടി പോകേണ്ടി വരും. അറബിക് ട്യൂഷൻ ഓൾറെഡി പോകേണ്ടുന്ന ഒരു അവസ്ഥയാണ്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ട്യൂഷനും കൂടി പോകേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പോകുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഈ പ്യൂർ റിസർച്ചിൻ്റെ മൊത്തം പഠനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആണ് ആരാണ്, ഏത് മതവിഭാഗമാണ് മുന്നോട്ട് വരുന്നത്, എന്താണ് പിന്നോട്ട് പോകുന്നത്, ഏത് ആശയമാണ് ഇനി പ്രിവാലൻ്റായി നിൽക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. അത് പിന്നെ മൊത്തം പഠനം തന്നെ അവർ ഏകദേശം 6-7 പോയിന്റുകളാക്കി പറയുന്നുണ്ട്. അത് തന്നെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഞാൻ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന ആളുകൾ ഈ പഠനം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ? അല്ലേ, ഇതിനൊക്കെ ഇങ്ങനെ അടിപൊളി വീഡിയോ മറ്റേതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ആ പഠനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കാനുള്ളൊരു സമയം ചിലവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു പോയി. എന്താ വെച്ചാൽ അതിൽ ഓരോ പോയിന്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ്, നമ്പർ ഓഫ് മുസ്ലിംസ് വിൽ ക്ലിയർലി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് അറൌണ്ട് ഇൻ ദ വേൾഡ്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ ഏകദേശം അത്ര തന്നെ എത്തും. 2050 ഒക്കെ ആകുമ്പോഴേക്ക് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും പോപ്പുലേഷൻ ഒരേപോലെ ആവും. എത്തീസ്റ്റ്, agnostic and other people who do not affiliate with any religion, though increasing in countries like United States and France. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും US-ലും ഫ്രാൻസിലും ഒക്കെ ഈ എത്തീസ്റ്റ്, അഗ്നോസ്റ്റ് അല്ലെങ്കിൽ മതമില്ലാത്തവർ എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ കൂടി വിൽ മേക്കപ്പ് എ ഡിക്ലൈനിങ് ഷെയർ ഓഫ് വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷൻ. വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു ഡിക്ലൈനിങ് ഷെയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക
ഇത് മൊത്തത്തിലുള്ള പഠനത്തിൻ്റെ സമ്മറിയാണ്. അത് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ വിൽ ബി അറൌണ്ട് ദ സെയിം സൈസ് ഇറ്റ് വാസ് ഇൻ 2010 അതേ ഒരു പിന്നെ അളവിലായിരിക്കും ബുദ്ധിസ്റ്റുകൾ ഉണ്ടാവുക. അതേപോലെ തന്നെ വൈൽ ദ ഹിന്ദു ആൻഡ് ജൂയിഷ് പോപ്പുലേഷൻസ് വിൽ ബി ലാർജർ ദാൻ ദേ ആർ ടുഡേ. ഹിന്ദു അതുപോലെ തന്നെ ജൂയിഷ് പോപ്പുലേഷൻ അവർ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻ യൂറോപ്പ് മുസ്ലിംസ് വിൽ മേക്കപ്പ് 10% ഓഫ് ദ ഓവറോൾ പോപ്പുലേഷൻ. യൂറോപ്പിൽ മുസ്ലിംസ് 10% മാറും. ഇന്ത്യ വിൽ റീറ്റെയിൻ എ ഹിന്ദു മെജോറിറ്റി. അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ ഇതാ മുസ്ലിം മെജോറിറ്റി ആകാൻ പോകുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ത്യൻസ് അങ്ങനെ വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല അല്ലേ. ഒന്ന് മനസ്സിലാക്കുക, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാവരും മനുഷ്യരാണ്. മുസ്ലിംസ് കൂടി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ആയിക്കോട്ടെ, ആ ഒരു കണക്കൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ്, ഇന്ത്യയിൽ ഹിന്ദു മെജോറിറ്റി തന്നെയായിരിക്കും, ഹിന്ദുക്കൾ തന്നെയായിരിക്കും ഭൂരിപക്ഷം. അതുകൊണ്ട് നിങ്ങൾ ആ പേടി വേണ്ട ഏതായാലും. ഓക്കെ, ബട്ട് ഓൾസോ വിൽ ഹാവ് ദ ലാർജസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ ഓഫ് എനി കൺട്രി ഇൻ ദ വേൾഡ്. മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ്, സർപ്പസിങ് ഇന്തോനേഷ്യയെ കടത്തിവെട്ടിക്കൊണ്ട്. ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്രിസ്ത്യൻസ് വിൽ decline from more than 3/4 of the population in 2010 to the 2/3 in 2050. അതുപോലെ തന്നെ ജൂതായിസത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 4 out of every 10 Christians in the world will live in സഹാറൻ ആഫ്രിക്ക. ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഈ റിലീജിയസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പഠനങ്ങളുടെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൊക്കെ വളരെ ക്ലിയറായി എന്താണ് പ്രിവാലൻ്റായി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിലല്ലേ, ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലല്ലേ എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, ഇതിൽ വളരെ രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ആളുകൾ മതത്തിലേക്ക് വരാനുള്ള കാരണം, പ്രത്യേകിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മെയിൻ റീസൺസ് ഫോർ കൺവേർട്ടിംഗ് ടു ഇസ്ലാം ഇൻക്ലൂഡ് പ്രിഫറൻസ് ഫോർ മുസ്ലിം ടീച്ചിങ്സ് ആൻഡ് റീഡിംഗ് റിലീജിയസ് ടെക്സ്റ്റ്. അതാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. പ്യൂ റിസർച്ചിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? ഈ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് മുസ്ലിം ടീച്ചിങ്, മുസ്ലിങ്ങളുടെ ആ ഒരു ടീച്ചിങ്സ്, അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും, അതുപോലെ തന്നെ റിലീജിയസ് ടെക്സ്റ്റ്, ഖുറാനും ഹദീസും എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് പ്യൂ റിസർച്ച്. പ്യൂർ റിസർച്ച് പറയുന്നത് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റിലീജിയസ് ടെക്സ്റ്റ് വായിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളോടുള്ള ഇഷ്ടവും കൊണ്ടാണെന്നാണ്. അതിൻ്റെ ശതമാനക്കണക്കടക്കം അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലിയറായി നമുക്ക് കാണാൻ സാധിക്കും. prefer the belief teaching of Islam or find more meaning in Islam. ഇസ്ലാമിൽ ഒരു അർത്ഥം കണ്ടെത്തുന്നു, ഇസ്ലാമിൻ്റെ ടീച്ചിങ്സിനോട് ഒരു പ്രിഫറൻസ് തോന്നുന്നു. അങ്ങനെയുള്ളവരാണ് 24% ആളുകളും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ്. റീഡ് റിലീജിയസ് ടെക്സ്റ്റ് ഓർ സ്റ്റഡീഡ് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടോ ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടോ ആണ് 21%. എന്ന് വെച്ചാൽ ടോട്ടൽ 1/4 എന്തായി ആ രൂപത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മറ്റ് കാരണങ്ങളുണ്ട്. ബിലോങ് ടു എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി, ഒരു സമുദായം എന്ന ഒരു വികാരം, അതിനോട് ഒരു പ്രാമുഖ്യം തോന്നുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സമുദായം എന്ന നിലക്കുള്ള, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്കുള്ള, ഒരു ഉമ്മ എന്ന ഒരു കാര്യം, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട്, ഇദ്ദേഹം അത് എന്തോ ഒരു നെഗറ്റീവായ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ മാരേജ് റിലേഷൻഷിപ്പ് ഉണ്ട് 9%. അതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ബൈ എ ഫ്രണ്ട്, അതുപോലെ തന്നെ ഫോളോയിങ് എ പബ്ലിക് ലീഡർ. ഇപ്പോൾ നമുക്ക് പൊതുവേ തന്നെ കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു മുന്നോട്ട് വരവ് കാരണം പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ഫ്രണ്ട്സ് മുഖേന അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചു വന്ന ആളുകളുണ്ട്, ഏകദേശം 9% ഉണ്ട്. അതുപോലെ തന്നെ സെർച്ചിങ് ഫോർ ആൻസേഴ്സ്, എക്സ്പ്ലോറിംഗ് ദ പേഴ്സണൽ സ്പിരിച്വാലിറ്റി, ആ തരത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ട് ട്രൂത്ത് ഇൻ ഇസ്ലാമിൽ സത്യം കണ്ടെത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രിഫേർഡ് പ്രാക്ടീസസ് ഓഫ് ഇസ്ലാമിൻ്റെ പ്രാക്ടീസുകളെ പ്രിഫർ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏകദേശം 3% ആളുകൾക്കാണ് അൺക്ലിയർ ആയിട്ടുള്ള ഒരു കൃത്യമായൊരു കാരണം ഈ റിസർച്ചിൻ്റെ ഭാഗമായി കാണാൻ സാധിക്കാത്തത്. വെറും 3% ആളുകൾക്കാണ്. ബാക്കിയുള്ളവരെല്ലാം ഈ തരത്തിലുള്ള റീസൺസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു തരത്തിൽ ഒരു ആക്ഷേപിക്കാൻ സാധിക്കുന്നത് മാരേജ് ഓർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അത് 9%. ഓക്കെ, നമുക്ക് ആ 9%വും ഈ 3% ഒഴിവാക്കാം. 12% ഒഴിവാക്കിയാൽ പോലും ബാക്കിയുള്ള അത്രയും കൃത്യമായ ഈ ഇസ്ലാമിൻ്റെ സത്യം ബോധ്യപ്പെട്ടുകൊണ്ട്, ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട്, ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും കടന്നു വരുന്നത് എന്നാണ്. പക്ഷേ ഇത് പ്യൂ റിസർച്ചിൽ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ എ ജബ്ബാർ, അദ്ദേഹത്തിന് ഇതിനൊക്കെ വളരെ കൃത്യമായ മറുപടിയുണ്ട്. കാരണം എന്താ അറിയോ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഈ പ്യൂർ റിസർച്ചിനോട് അല്ലെങ്കിൽ പ്യൂർ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റിസർച്ചിൽ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവർ കള്ളം മാത്രമേ പറയുള്ളൂ? മൂപ്പർക്ക് എല്ലാത്തിനും വളരെ ക്ലിയർ ആയ ഉത്തരമുണ്ട്. അവരെന്ത് ചെയ്യുള്ളൂ? കള്ളം മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ആലോചിച്ചാൽ അറിയാം, ആ ചോദ്യം മതം മാറി വന്ന ഒരാളോട് ചോദിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷ ആളുകളും കള്ളമേ പറയുള്ളൂ, സത്യം പറയില്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയ ഒരാൾ ഒരിക്കലും തനിക്ക് പറ്റിയ അബദ്ധം പുറത്തുറന്ന് പറയില്ല. ഇതുപോലൊരു സർവേക്ക് വരുന്ന ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിൻ്റെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുക. ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അത് കാരണമാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് വന്നത് എന്ന ഉത്തരമായിരിക്കും കള്ളമായിട്ട് അധിക പേരും പറയുക. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ കള്ളം മാത്രമേ പറയുള്ളൂ. അപ്പം എന്താ ചെയ്യുക? അതിന് തെളിവെന്താ? പ്യൂർ റിസർച്ചിൽ ഇങ്ങനെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ കള്ളം പറഞ്ഞതായിരിക്കും. ഇത് എന്ത് സുഖമാണല്ലേ? കാരണം ഒരു കൃത്യമായ അത്രയും ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യനെയറുകളും മറ്റ് പല കാര്യങ്ങളിലും കൂടി വന്നിട്ടുള്ള ഏറ്റവും വളരെയധികം ഒതൻറ്റിക് ആയിട്ടുള്ള നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്യൂർ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. അതിലുള്ള ഇത്രയും കൃത്യമായ കണക്കുകളൊക്കെ ഉണ്ടെങ്കിലും മൂപ്പര് പറയാം അതൊക്കെ വളരെ സിമ്പിളാണ്, അതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ, അതൊക്കെ കള്ളം പറഞ്ഞതായിരിക്കും. എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ച ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അത് അവരൊക്കെ വളരെ സത്യസന്ധമായി, ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകളോ വളരെ സത്യസന്ധമായി മാത്രം പറയുന്ന ആളുകൾ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരോ അവർ കള്ളം മാത്രം പറയുന്നവർ. മാത്രമല്ല ഇദ്ദേഹത്തിന് വേറെ ചില റീസൺസ് കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്യൂർ റിസർച്ചിനൊന്നും എത്ര തന്നെ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്തിട്ടും കിട്ടാത്ത ചില റീസൺസ് ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അതും നമുക്ക് കണ്ടോളൂ. എന്താണ് ഇദ്ദേഹം റിസർച്ച് ചെയ്തുണ്ടാക്കിയ കാരണം? പ്രേരണ കൊണ്ട് വന്നു എന്ന് പറഞ്ഞവരുണ്ട്, ചില നേതാക്കന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ പറയാതെ പോയ ഒരു കാര്യം, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് കാണുന്നില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക നേട്ടമാണ്. പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണ് ഇവരെയൊക്കെ മതം മാറ്റുന്നത്. അക്കാര്യം പക്ഷേ ഈ മാറി വന്നവർ പറയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മാറുന്നത്. എന്താണ് അതിൻ്റെ തെളിവ്? ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞാൽ ഒരു രേഖ കാണിക്കേണ്ടി വരും അല്ലേ? അല്ലാതെ ഇദ്ദേഹമായിട്ട് പറയാൻ ഇദ്ദേഹത്തിൻ്റെ പ്യൂർ റിസർച്ചിൽ കൃത്യമായ കാരണങ്ങൾ, അതിൽ 3% മാത്രമാണ് അൺക്ലിയർ എന്ന് പറയുന്നത്. ആ 3% നിങ്ങൾ സാമ്പത്തിക ലാഭം എന്ന് വെച്ചോളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചു, ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വിച്ച് ഇൻ ചെയ്യുന്നത്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആ കോടിക്കണക്കിന് ആളുകൾക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുകയാണല്ലോ. ഒന്ന് ആലോചിച്ച്, നമ്മുടെയൊക്കെ പരിചയത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്ന് സംസാരിച്ചാൽ മതി, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുണ്ടാകും. അവരോടൊന്ന് പരിശോധിച്ച് നോക്കുക, അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന്. എല്ലാ തരത്തിലും കുടുംബപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വളരെ പുറത്തുള്ള നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അഖില, ഹാദിയെ പോലെയുള്ള അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ഗർഭാപസി കേന്ദ്രങ്ങളിൽ പോയി പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിലൂടെ എന്തെങ്കിലും നേട്ടമല്ല, അങ്ങേയറ്റത്തെ പീഡനങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും അവർ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? അത് റിസർച്ചുകൾ പറയുന്നത് അവർ ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തി, ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ വായിച്ചു, ഇസ്ലാമിൻ്റെ ടീച്ചിങ്സിനോട് അവർക്കൊരു ഇഷ്ടം തോന്നി എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നുമല്ല, അത് സാമ്പത്തിക ലാഭമായിരിക്കും. എന്താ അതിൻ്റെ തെളിവെന്താ? അത് നമുക്കങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇതിൽ നമുക്ക് ഈ റിസർച്ചിൽ കാണാൻ സാധിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണവും അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങളും. അമംഗ് ദോസ് ഹു ഹാവ് കൺവേർട്ടഡ് ടു ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തവരിൽ ദ മെജോറിറ്റി കം ഫ്രം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇൻഫാക്ട് അബൌട്ട് ഹാഫ് ഓഫ് ഓൾ കൺവേർട്സ് ഓഫ് ഇസ്ലാം 53% ഐഡന്റിഫൈഡ് ആസ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ, ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് 53%. അതുപോലെ തന്നെ 20% കാത്തലിക്സ് ആയിരുന്നു. അതേപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കുക, ആൻഡ് റഫ്ലി 1 in 5 എന്ന് വെച്ചാൽ 19% വോളണ്ടിയർഡ് ദാറ്റ് ദേ ഹാവ് നോ റിലീജിയൻ ബിഫോർ കൺവേർട്ടിംഗ് ടു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് റിലീജിയൻ ഇല്ലാതെ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മതമില്ല അല്ലെങ്കിൽ അത്തീസ്റ്റ്, അഗ്നോസ്റ്റ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് 19% ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ. അപ്പം വേറെ മതത്തിൽ നിന്ന് മാത്രമല്ല, മതമില്ലായ്മയിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ മൊത്തം ഇസ്ലാമിലേക്കുള്ള സ്വിച്ചിനിൽ 19% എന്നുള്ളതാണ് വളരെ ക്ലിയറായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഗ്രാഫും നമുക്ക് കാണാൻ സാധിക്കും. 19% നോ റിലീജിയൻ, നോട്ട് എ ബിലീവർ, അത്തീസ്റ്റ് ഓർ അഗ്നോസ്റ്റ്. ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ കൃത്യമായൊരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് 19% ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ എന്ന് പ്യൂർ റിസർച്ച് പറയുന്നു. എന്നാലും നമ്മുടെ ജബ്ബാറിന് എന്താണ്? അതൊക്കെ കള്ളം പറഞ്ഞതായിരിക്കും.
അതൊക്കെ വെറുതെ ആയിരിക്കും. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ എത്തീസ്റ്റുകൾ കൂടുതൽ വരുന്നത് പിന്നെ ഇസ്ലാമിൽ നിന്നാണ്. വളരെ ക്ലിയറായി ഈ പഠനത്തിൻ്റെ അങ്ങേറ്റത്തെ ഒരു പിന്നെ മിസ്റീഡിംഗ് ആണത്. കാരണം ഏറ്റവും കൂടുതൽ ഈ എത്തീസ്റ്റ് അല്ലെങ്കിൽ അഗ്നോസ്റ്റ് അല്ലെങ്കിൽ മതമില്ലായ്മയിലേക്ക് പോകുന്നത് ക്രിസ്ത്യൻസാണ്. ഏറ്റവും കൂടുതൽ ഈ എത്തീസ്റ്റ് അഗ്നോസ്റ്റിൽ നിന്നും ഇസ്ലാമിലേക്കാണ് കടന്നു വരുന്നത് 19% എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ ഇദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇവരൊക്കെ കളവ് പറയുന്നവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് റീസൺ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീസൺ അൺക്ലിയർ അല്ലെങ്കിൽ നോ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 4% മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റീസൺസ് എടുത്ത് നോക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നവരുടെ റീസൺസ് എടുത്ത് നോക്കുമ്പോൾ വെറും 4% മാത്രമാണ് കൃത്യമായ ഒരു ഉത്തരമില്ലാത്തത്. എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ച ആളുകളുടെ കണക്കെടുത്ത് നോക്കുക, അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ അപ്ലിക്കബിൾ ആകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്ലാം ഉപേക്ഷിച്ചതിൻ്റെ കാരണം അതിൽ 2% പറയുന്നത് ഫാമിലി റീസൺസ് ആണ്. ഫാമിലി, കുടുംബപരമായ റീസൺസ്, എന്തെങ്കിലും ഉപ്പ തല്ലിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദ് തല്ലിയിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറേ പരിപാടി നമുക്കറിയാലോ. ഈ 2% അത് പോട്ടെ, അത് നമുക്ക് വിട്ടുകളയാം. ഇനി അടുത്തത് അതർ ഓർ അൺക്ലിയർ, കൃത്യമായ ഉത്തരമില്ലാതെ. എന്നാൽ എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതിന് കൃത്യമായ ഉത്തരമില്ലാത്തത് 13%. 13% ആളുകൾക്കും എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്നുള്ളതിന് ഉത്തരമില്ല. ജബ്ബാർ പറഞ്ഞ കൃത്യമല്ല, അതൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞത് ഇസ്ലാം ഉപേക്ഷിച്ചവർക്കാണ്. ഇസ്ലാം ഉപേക്ഷിച്ച 13%-നും അതിനൊരു കൃത്യമായ ഒരു ക്ലിയറായ ഉത്തരമില്ല. അതുപോലെ തന്നെ നോ ആൻസർ, ഒരു ഉത്തരവും പറയാത്തവർ 12%. എന്ന് വെച്ചാൽ നോ ആൻസർ ആൻഡ് അൺക്ലിയർ ആൻസേഴ്സ് ഒരുമിച്ച് കൂട്ടിയാൽ 25%-നും ഇസ്ലാം ഉപേക്ഷിച്ച 25%-നും ഒരു എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നുള്ളത് ഉത്തരം പറയാൻ പോലും പറ്റുന്നില്ല. 2%-ന് ഫാമിലി റീസൺസും, അങ്ങനെ ടോട്ടൽ 27%. അപ്പോൾ പോട്ടെ 27 പോട്ടെ 25% എന്ന് വെച്ചാൽ 1/4 മൊത്തം ഇസ്ലാം ഉപേക്ഷിച്ചവരുടെ 1/4 എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി ഉത്തരം പറയാനില്ല. എന്നാൽ നമുക്ക് നേരത്തെ തന്നെ ഞാൻ കാണിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ അതുള്ളത് വെറും 3%, അല്ലെങ്കിൽ മാക്സിമം 4%. അപ്പം 25%-നുമാണ് ഉത്തരമില്ലാത്തത്, ഇസ്ലാം ഉപേക്ഷിച്ചവർക്കാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇദ്ദേഹം പറയുന്ന ഒരു പിന്നെ സ്വന്തം കയ്യിൽ നിന്നിട്ട് പ്യൂർ റിസർച്ച് ഒരു ഭാഗത്ത്, ഇദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ വേറെ ഭാഗത്ത്, എന്നിട്ട് പറയുന്നതോ പ്യൂർ റിസർച്ച് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, പ്യൂർ റിസർച്ചിലുള്ളത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ബാക്കി ഇദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളാണ്. അപ്പോൾ ജബ്ബാറിൻ്റെ ജൽപ്പനങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് ട്യൂഷനും കൂടി പോയിക്കൊണ്ട് ഈ പഠനങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതൊക്കെ വായിച്ചിട്ട്, ഈ പഠനങ്ങളൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, ഈ കണക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണം ഇദ്ദേഹം ഇംഗ്ലീഷ് ട്യൂഷനും കൂടി പോകേണ്ടതുണ്ടോ, അറബി ട്യൂഷന് മാത്രം പോയാൽ മതിയോ, അതോ ഇംഗ്ലീഷ് ട്യൂഷനും കൂടി പോകേണ്ടതുണ്ടോ എന്നുള്ളത് ഈ കൺക്ലൂഷൻ കൂടി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. പറയാനുള്ള കാരണം, എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടോ അത്ര തന്നെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഈക്വൽ ആയതുകൊണ്ട്, തുല്യമായതുകൊണ്ട് ഈ കൺവേർഷൻ ഈ പറയുന്ന ഗ്രോത്തിനെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് ഈ കണക്കുകളിൽ തന്നെ ഇവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണക്കാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അപ്പോൾ വളരെ ക്ലിയറായി മോഡസ്റ്റ് ഗെയിൻ എന്നുള്ളത് പറയുകയും, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലോസേഴ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോസ് സംഭവിക്കുന്നത് ക്രിസ്ത്യൻസിനാണ്. അതേപോലെ തന്നെ മോഡസ്റ്റ് ഗെയിൻ ഉണ്ടാകാൻ പോകുന്നത് ഇസ്ലാമിനാണ്. അതേപോലെ തന്നെ എത്രത്തോളമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, അതിൻ്റെ എല്ലാം കണക്കൊക്കെ വായിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു പിന്നെ വരുന്നതിനനുസരിച്ചാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാകാം, എന്നാലും ഇസ്ലാം കുറച്ച് ആളുകളെങ്കിലും, മൊത്തത്തിൽ നോക്കുമ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നവരാണ് കൂടുതലെങ്കിലും ഇസ്ലാം കുറച്ച് ആളുകളെങ്കിലും പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. ഇസ്ലാമിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ ഒരു റിലീജിയസ് ടീച്ചിങ്സ്, അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് ലൈഫ്. ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ ഒരു സബ്മിറ്റിംഗ് ടു ദ ഗോഡ്, നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക, നമ്മെ സൃഷ്ടിച്ച ഏകനായ സ്രഷ്ടാവിന് സമർപ്പിക്കുക എന്നതാണ് ഇസ്ലാം. അതെല്ലാവർക്കും സാധിച്ചോളുന്നില്ല. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. എന്നാൽ പോകുന്നവരെക്കാൾ കൂടുതലാണ്, നേരത്തെ പറഞ്ഞു 32 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു, പോകുന്നവരെക്കാൾ കൂടുതലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ. അപ്പോൾ പോകണം, അങ്ങനെയാണെങ്കിലാണ്, അല്ലെങ്കിൽ ഇതൊരു ജാതി പോലെയാകും, ജന്മം കൊണ്ട് കിട്ടുന്ന എന്തോ ഒരു സുകൃതം. ചില ആൾക്കാർക്ക് അങ്ങനെയാണ് മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ആവരുത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ പിന്നെ മുസ്ലിമായി തന്നെ ജീവിക്കുക, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ജാതീയതയാണ്, ഒരു ജാതിയാണ്, ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു സുകൃതം. അങ്ങനെ ആവരുത്.
അതുകൊണ്ടാണ് ഇസ്ലാമിൽ അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ പോലും അവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ദേ ആർ അവർ അത് അർഹിക്കുന്നില്ല. ഇസ്ലാമിനെ അർഹിക്കാത്തവർ പുറത്തു പോകണം, ഇസ്ലാമിനെ അർഹിക്കുന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യണം. അത് തന്നെയാണ് നമുക്ക് ഇതിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ ഇസ്ലാമിലുള്ളവരൊക്കെ അവിടെ തന്നെ നിൽക്കുകയും ആരും പുറത്തുനിന്നും വരാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ജന്മം കൊണ്ട് കിട്ടുന്ന എന്തോ ഒരു സുഹൃതമാണ്, അല്ലെങ്കിൽ ജന്മം കൊണ്ട് ചില ആൾക്കാർ അള്ളാഹു ചില ആളുകളോട് അനീതി ചെയ്തു, കാരണം ചില ആൾക്കാർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, വേറെ ആൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. അതിനൊക്കെ ഉള്ളൊരു മറുപടി കൂടിയായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ പുറത്തേക്ക് പോകുന്നു. ഇതൊരു ഫിൽട്രേഷൻ കൂടിയാണ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു ഫിൽട്രേഷനാണ്. ഈ നിലക്ക് അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കാൻ അതൊരു പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളെ ഒഴിവാക്കണം, ചണ്ടികൾ പോലെ അവരെ ഒഴിവാക്കണം. അതേപോലെ തന്നെ മറ്റേത് കുടുംബങ്ങളിൽ ജനിച്ചവരാണെങ്കിലും ഇസ്ലാമിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാം ആളുകൾ ഉപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഞങ്ങൾക്കൊരു മതമില്ല എന്ന രൂപത്തിൽ ആളുകൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ ജനിച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങളായി ജനിച്ച ആളുകൾ പോകുന്നുണ്ട് എന്നാണ്. എന്നാൽ അതിനേക്കാൾ 32 ലക്ഷത്തോളം ആളുകൾ ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് നെറ്റ് ഗെയിൻ ആയിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കണക്കാണ്. അപ്പോൾ ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ ഇങ്ങനെ റിലീജിയസ് സ്വിച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം നടത്തി. പിന്നെ അദ്ദേഹം നടത്തുന്ന ഒരു വലിയൊരു ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ അത് പെറ്റുപെരുകുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്ലാം വളരുന്നത് എന്നുള്ളതാണ്. ആ ആരോപണം നിങ്ങൾക്ക് കേട്ടോ. മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും മുസ്ലിം ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളിലും പെറ്റുപെരുകുന്നു. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബർത്ത് റേറ്റ് വളരെയധികം കൂടുതലാണ്. ഫെർട്ടിലിറ്റി റേറ്റിൽ മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് പെറ്റുപെരുകുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താരതമ്യേന മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഈ പെറ്റുപെരുകലിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഈ കണക്കിൽ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ബർത്ത് റേറ്റ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം വളരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ബർത്ത് റേറ്റിനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ പ്യൂ റിസർച്ചിൻ്റെ തന്നെ കണക്കുകളിൽ കാണാൻ സാധിക്കും മുസ്ലിം ആൻഡ് നോൺ മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് അത് ഓരോ മൊത്തം വേൾഡിൽ അതിൽ 2.9 ആണ് മുസ്ലിങ്ങൾക്ക് എങ്കിൽ 2.2 മാത്രമാണ് ബാക്കിയുള്ളവർക്ക്. അതേപോലെ തന്നെ ഓരോ ഭാഗത്തുമുള്ള ആ ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് പ്യൂ റിസർച്ചിൻ്റെ തന്നെ ആ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ പരിണാമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ മാറ്റിവെക്കുക, പരിണാമപരമായി പോലും ആർക്കാണ് അതിജീവനത്തിനുള്ള സാഹചര്യമുള്ളത്, ആരാണ് അതിജീവിക്കുക? ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയവരാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പോലും അതൊരു നല്ലൊരു കാര്യമാണ്. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പൊതുവിൽ തന്നെ നമ്മൾ പണ്ടത്തെ ഈ കാലഹരണപ്പെട്ടു പോയ മാൽത്തൂസിയൻ സിദ്ധാന്തമൊക്കെ മനസ്സിൽ അത് അൺലേൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ലോകം അതിൽ നിന്നൊക്കെ മാറിപ്പോയി. പണ്ട് നമ്മൾ പഠിച്ചിരുന്നു മാൽത്തൂസിയൻ സിദ്ധാന്തം, ആളുകൾ കൂടുന്നതിനനുസരിച്ച് അതൊരു പ്രശ്നമാണ്, റിസോഴ്സസ് കുറയും. ആ തിയറിയൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇപ്പം ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് അത് ഫെർട്ടിലിറ്റി കൊളാപ്സിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ കൊളാപ്സിനെ കുറിച്ചാണ്. ആളുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നം. ഒന്നും വേണ്ട, ഗൂഗിളിലൊന്ന് ഗ്രേയിങ് ഓഫ് യൂറോപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഗ്രേയിങ് ഓഫ് യൂറോപ്പ്, നരക്കുന്ന യൂറോപ്പ്. എന്ത് കാരണം? ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്ന അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി 2.1 ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ലോകം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, അതുപോലെ തന്നെ ജപ്പാൻ, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ഗ്രേയിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു നെഗറ്റീവ് കാര്യമാണ്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾക്ക് ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതൊരു നല്ല കാര്യമാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ്. അതിനെന്തോ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിർത്തേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താ? മുസ്ലിങ്ങൾ കുറച്ച് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ കൂടെ തന്നെ വിവാഹ പ്രായത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു, ആണുങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് ബർത്ത് റേറ്റ് കൂടുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ചെറിയ പ്രായത്തിൽ മറ്റ് സമുദായങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്.
കാരണം അവർ പിന്നെ അവരുടെ ഒരു യങ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഏജിൽ തന്നെ അവർ കല്യാണത്തിലേക്ക്, ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയും അത്തരത്തിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് ആയിക്കൊണ്ട്. കാരണം നമ്മൾ പൊതുവെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ വളരെ കൂടുതലാണ്. കാരണം അവർ ചെറുപ്പത്തിൽ തന്നെ ഒരു 20-25 വയസ്സിനുള്ളിൽ തന്നെ കല്യാണം കഴിയുകയും ആ രൂപത്തിൽ തന്നെ അവർക്ക് പിന്നെ കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാനും സാധിക്കുന്നു. ഈവൻ കേരളത്തിലുള്ള പല വിദഗ്ധന്മാരും ഈ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളടക്കം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ചും അവർ നേരത്തെ വിവാഹം ചെയ്യുന്നത് കൊണ്ട്, ഈ ഒരു 20 മുതൽ 25 വയസ്സിനിടയിലൊക്കെ അവരുടെ വിവാഹം കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഗുണം, ബാക്കിയുള്ളവർ പലപ്പോഴും കരിയറിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് 10-15 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ മൂക്കിൽ പല്ല് മുളക്കുന്നത് വരെയൊക്കെ കല്യാണം കഴിയാൻ കാത്തിക്കുകയും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പ്രായവും എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും ആ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ പ്രശ്നമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇതെന്തോ ഒരു നെഗറ്റീവായിട്ട് മുസ്ലിങ്ങൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിയുന്നു, അല്ലെങ്കിൽ 20-25 വയസ്സിനുള്ളിൽ തന്നെ കല്യാണം കഴിയുന്നതൊക്കെ എന്തൊരു നെഗറ്റീവായിട്ട് പറയുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ആ കല്യാണത്തിനുള്ള ഏജ് കഴിഞ്ഞതിന് ശേഷം അത് ദുർവ്യാഖ്യാനിക്കേണ്ട. അതുകൊണ്ടാണ് ആ രൂപത്തിൽ തന്നെ പറയുന്നത്. ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും കല്യാണം കഴിയേണ്ടുന്ന നിയമപരമായ ഏജിൽ ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനോടടുത്ത ഏജിൽ തന്നെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നു. അവർ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നു. അവർ കുട്ടികളെ ഉണ്ടാക്കുന്നു. കുട്ടികളോടും ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും ഒക്കെ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്ന നല്ലൊരു ഫാമിലി സിസ്റ്റവും ഇസ്ലാമിനുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു നെഗറ്റീവായിട്ടോ പറയാനുള്ളത്? അത് മുസ്ലിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ സമുദായങ്ങളോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും ഇതൊക്കെ കണ്ടുപഠിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അതിൽ അസൂയപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ പ്രയാസം തോന്നിയതുകൊണ്ടോ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, മീഡിയൻ ഏജും അതുകൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നു. പക്ഷേ പറയാത്തതുകൊണ്ട് ഞങ്ങൾ അതുകൂടി ആഡ് ചെയ്യാൻ, മുസ്ലിം മീഡിയൻ ഏജ് കൂടി പറയേണ്ടതുണ്ട്. മീഡിയൻ ഏജ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ള സമുദായങ്ങളെക്കാൾ കൂടുതലാണ്. മുസ്ലിം ആൻഡ് നോൺ മുസ്ലിം ഈ മീഡിയൻ ഏജ് ബൈ റിലീജിയൻ അത് നമ്മൾ കാണാൻ സാധിക്കും. മൊത്തം വേൾഡിൽ മുസ്ലിം മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 24 മറ്റ് മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ 32 ഓരോ കൺട്രീസ് വെച്ചിട്ടുള്ള കണക്കുകൾ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ യങ്ങാണ്. മുസ്ലിങ്ങളുടെ മീഡിയൻ ഏജ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മൂത്ത് നരച്ച അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. വളരെ യങ് ആയിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം. എപ്പോഴും ഇസ്ലാമിൻ്റെ ആശയം പേറുന്നവർ അല്ലെങ്കിൽ ഈ ഒരു സമുദായം എന്ന് പറയുന്നത് അത് യങ് ആയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ മൊത്തം മീഡിയൻ ഏജ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാം വളരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു കാരണമാണ്. അതേപോലെ തന്നെ വളരെ നേരത്തെ തന്നെയുള്ള വിവാഹം എന്ന് പറയുന്ന ഒരു കാരണമാണ്. അതേപോലെ തന്നെ മീഡിയൻ ഏജ് അല്ലെങ്കിൽ മീൻ ഏജ് കുറവാണ് എന്നുള്ളത് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ റിലീജിയസ് സ്വിച്ച് ഇൻ, അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് പോസിറ്റീവാണ് എന്നുള്ളതും, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് പോസിറ്റീവാണ് എന്നുള്ളതും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണമാണ്. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണം തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്യൂർ റിസർച്ച് വായിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകുന്നതാണ്. അല്ലാതെ പ്യൂർ റിസർച്ചിലുണ്ടെങ്കിലും പ്യൂർ റിസർച്ചിലുള്ള ആളുകൾ കളവ് പറഞ്ഞതായിരിക്കും, അതൊന്നും പറയാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടം ആയിരിക്കാനാണ് സാധ്യത, അതൊന്നും ആരും പറയാൻ സാധ്യതയില്ലല്ലോ. ഇതൊക്കെയാണ് റിസർച്ച് വായിച്ചിട്ട് പറയേണ്ടത്. അല്ലെങ്കിൽ പറഞ്ഞു ആയിക്കോട്ടെ, റിസർച്ചൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ തോന്നലുകൾ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ റിസർച്ച് വായിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കാരണങ്ങളാണ് കിട്ടുക. ബർത്ത് റേറ്റ് ഒരു കാരണമാണ്, അതേപോലെ തന്നെ മീഡിയൻ ഏജിൻ്റെ കാരണമാണ്, അതേപോലെ തന്നെ റിലീജിയസ് സ്വിച്ചിങ് ഇൻ, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും ഒരു കാരണം തന്നെയാണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് ഇസ്ലാം വളരുന്നത്. അതുകൊണ്ട് വളരെ എത്ര തന്നെ പ്രയാസം തോന്നിയാലും ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസവും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് ഇസ്ലാം തന്നെയാണല്ലോ വളരുന്നത്, അല്ലെങ്കിൽ 2050 ആകുമ്പോൾ ഇസ്ലാമിൻ്റെ അവസ്ഥ ഇങ്ങനെ ആവുന്നതാണല്ലോ, അതൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസവും ഒരു പ്രശ്നമൊക്കെ സ്വാഭാവികമാണ്.
പക്ഷേ അതിന് ഇങ്ങനെ പിന്നെ റിസർച്ചിലുണ്ടെങ്കിലും അത് കളവായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് പരിഹാരമായില്ല. അതിനുള്ള പരിഹാരം ഞാൻ ഈ കാണിക്കുന്നതാണ് യുറാക്സ്. അതാണ് അതിനുള്ളൊരു പരിഹാരമായി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. യുറാക്സ് ഓയിൻമെൻറ്റുകൾ വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവാണ്. അത് ചൊറിച്ചിലിന് നല്ലതാണ് എന്ന് പൊതുവിൽ മെഡിക്കൽ ലോകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 2 വീതം 3 നേരം ഒന്ന് തേച്ച് നല്ല രൂപത്തിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. ആ ഒരു ചൊറിച്ചിൽ കൊണ്ടൊന്നും വലിയൊരു കാര്യമില്ല. ഇത് സത്യമാണ്, കണക്കുകളാണ്, പഠനങ്ങളാണ്. ആ പഠനങ്ങളായി തന്നെ നിൽക്കും. ചൊറിച്ചിലായി തന്നെ നിൽക്കാതിരിക്കാൻ യുറാക്സ് ഉപയോഗിക്കരുത്. പ്രൊമോഷനൊന്നുമല്ല, നിങ്ങളുടെ ഒരു നന്മക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.